പുതിയ കാലത്തെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ബോത്ത് ഫിംഗേഴ്സ്, ഈ രണ്ട് വിരലുകളായിരിക്കും. ഇന്ന് നമുക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ഈ രണ്ട് വിരലുകൾ വരുന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ട് വിരലുകളായിരിക്കും. ഈ രണ്ട് വിരലുകൾക്ക് സംസാരശേഷി അള്ളാഹു കൊടുക്കുമെന്ന്, സ്വർഗമുണ്ടെന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് തരുകയൊക്കെ ചെയ്ത ആ ഖുർആനും ആ അള്ളാഹുവും തന്നെ വിശ്വസിക്കുന്ന നമുക്ക് വിശ്വസിച്ചേ മതിയാവും. അവന്റെ കാല് സാക്ഷി, ആദ്യം സാക്ഷിക്കല് വലതുഭാഗത്തെ തുടയ. നമ്മളെ നാവിന് സംസാരശേഷി എങ്ങനെ കിട്ടിയത്? അന്ന് തന്നത്. അപ്പൊ ബാക്കി കണ്ണും കാതും സംസാരിക്കണേന് ഇപ്പം എന്താ പ്രശ്നം? അല്ല കൊടുത്താൽ എന്തിനധികം എന്നറിയോ? ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് ജസ്റ്റിഫൈൽഡാ, അയാൾ പരാജയപ്പെട്ട് നരകത്തിലേക്ക് പോകാനിരിക്കുമ്പോൾ അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റുന്നിട്ട് അള്ളാഹുവിനോട് പറയും. അത്രേ തഫ്സീർ ഇബ്നു അജീബ് അൽ ബഹറുൽ മദീദ് വിശദീകരിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളി. ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞപ്പോൾ ആ കണ്ണീരെൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ട്. ആ നന്മ, ആ രോമം നന്മയുടെ തട്ടിൽ വന്ന് നിൽക്കുന്നു. അയാൾ വിജയിക്കുന്നു, അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നു.